വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. പിലാക്കാവിനോട് ചേർന്നാണ് കടുവയുടെ ജഡം കണ്ടത്. ചത്തത് രാധയെ കൊന്ന നരഭോജി കടുവയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. നരഭോജി കടുവയെ പുലർച്ചെ പിലാക്കാവിൽ അവശനിലയിൽ കണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മയക്കുവെടി വെച്ചെങ്കിലും കടുവ ഓടിപ്പോയെന്നും പറഞ്ഞു. അത് ആ ഭാഗത്തുള്ള വീടുകളിലല്ലേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏത് തരത്തിലുള്ള ഒരു ഇഞ്ചുറിയാണ്? അതെല്ലാം ഞങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. അതേസമയം കടുവ ചത്തതിന് പിന്നാലെ നാട്ടുകാർ ആഹ്ലാദം പങ്കുവച്ചു. സമരത്തിന്റെ മുന്നിൽ നിന്ന നാട്ടുകാർ അഭിവാദ്യങ്ങൾ, നാട്ടുകാർ അഭിവാദ്യങ്ങൾ, നാട്ടുകാർ അഭിവാദ്യങ്ങൾ, നാട്ടുകാർ അഭിവാദ്യങ്ങൾ, സമരത്തിന്റെ അഭിവാദ്യങ്ങൾ, മാധ്യമങ്ങൾ അഭിവാദ്യങ്ങൾ, മാധ്യമങ്ങൾ അഭിവാദ്യങ്ങൾ, 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 പോലീസിന് അഭിവാദ്യങ്ങൾ, പോലീസിന് അഭിവാദ്യങ്ങൾ, ഫോറസ്റ്റിന് അഭിവാദ്യങ്ങൾ, ഫോറസ്റ്റിന് അഭിവാദ്യങ്ങൾ. ഇപ്പോൾ ഭദ്ര ചേരുന്നുണ്ട്. ഭദ്ര, ഏറെ ദിവസത്തെ അധ്വാനം, അതിനുപരി ഇപ്പോൾ ഒടുവിലൊരു ഫലം ഉണ്ടായിരിക്കുകയാണ്. കടുവ ചത്ത നിലയിൽ കണ്ടെത്തുക ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ നാട്ടുകാരുടെ മുദ്രാവാക്യ വിളികളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുകയുണ്ടായത്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഈ കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ്? ഹരിത, എന്തായാലും ഇന്നിപ്പോൾ ഈ സംഭവം, അതായത് രാധയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇന്നിപ്പോൾ 4ാം ദിവസമായിരുന്നു കടുവയ്ക്കായുള്ള അന്വേഷണം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയായിരുന്നു രാവിലെ കാട് കയറിയത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ രാവിലെ റിപ്പോർട്ട് നൽകിയതുമാണ്. എന്തായാലും കാട് കയറി അല്പസമയത്തിന് ശേഷം തന്നെ നമുക്കറിയാൻ സാധിച്ചു ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത. എന്തായാലും അത് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഒരു സ്ഥിരീകരണം നടത്തി. അത് ഈ ചത്ത നിലയിൽ കണ്ടെത്തിയ കടുവ അത് രാധയെ ആക്രമിച്ച ആ നരഭോജിയായിട്ടുള്ള കടുവ തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം DDF അടക്കം ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ കടുവയെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ 12:30 കൂടിയൊക്കെ കടുവ നിരീക്ഷണത്തിലുണ്ടായിരുന്നു, അവശ നിലയിലായിരുന്നു എന്ന് പറയുന്നുണ്ടായി. ഒപ്പം 2:30 വരെ പരിസരത്ത് അവരുടെ കൺവട്ടത്തുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ കടുവ അവശ നിലയിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെയാണ് അതിനെ ചത്ത നിലയിൽ കാണുന്നത്. ഈ വേസ്റ്റ് കൂട്ടിയിടുന്നതിൻ്റെ ഒരു ഭാഗത്തായിരുന്നു കടുവ ഉണ്ടായിരുന്നത് എന്നും പറയുന്നുണ്ട്. പിലാക്കാവ് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നിപ്പോൾ അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. അതിന് ആ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു ഈ കടുവയെ കണ്ടെത്തിയത്. എന്തായാലും കടുവയെ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അതിന് ശേഷം അരുൺ സക്രിയ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞത് ഈ കടുവയുടെ ശരീരത്തിൽ മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അതായത് പഴയ മുറിവുകളുമുണ്ട്, പുതിയ മുറിവുകളുമുണ്ട്. അതായത് ഈ മറ്റ് കടുവകളുമായിട്ടുള്ള ആക്രമണത്തിൽ മുറിവേറ്റിട്ടാണ് ഈ കടുവ ചത്തിട്ടുള്ളത് എന്നാണ് അരുൺ സക്രിയ പറയുന്നത്. മാത്രമല്ല ഇനിയിപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതിൽ കൂടുതലൊരു വ്യക്തത നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്നും അരുൺ സക്രിയ പറഞ്ഞു വയ്ക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് കൊല്ലാൻ വേണ്ടി മയക്കുവെടി വെച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. DDO പറഞ്ഞത് കഴിഞ്ഞ ദിവസം മയക്കുവെടി വെച്ചിരുന്നുവെങ്കിലും അത് ഓടിപ്പോയി, അത് കാരണം ദേഹത്ത് കൊള്ളാതെ ഓടിപ്പോയി എന്ന രീതിയിലും പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം ഈ DDOയുടെയും അതുപോലെ അരുൺ സക്രിയയുടെ ഒക്കെ പ്രതികരണത്തിന് ശേഷം മന്ത്രി എ കെ ശശീന്ദ്രനും മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്തായാലും വളരെയധികം അഭിനന്ദിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. കാരണം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കടുവ ചത്തിട്ടാണെങ്കിലും ശരി അതിനെ പിടികൂടാനായിട്ട് നമുക്ക് സാധിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട് എന്ന് മന്ത്രി പ്രതികരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദൗത്യം അവസാനിക്കുന്നില്ല, 2ാം ഘട്ട ദൗത്യം ഉടൻ തന്നെ ആരംഭിക്കും എന്നും മന്ത്രി പറയുകയാണ്. കാരണം ഈ പ്രദേശത്ത് വീണ്ടും കടുവകളുടെ ശല്യം രൂക്ഷമാകുന്നുണ്ട് എന്ന് നാട്ടുകാരൊക്കെ നേരത്തെ മുതൽ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ ഇനി മറ്റു കടുവകളുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ 2ാം ഘട്ട അന്വേഷണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ദൗത്യം ഇങ്ങനെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ
വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ നേരത്തെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്രമാത്രം പ്രതിഷേധമായിരുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഈ മന്ത്രി OR കേളു ഒക്കെ വന്ന സമയത്ത് വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ മൃതദേഹം കൊണ്ടുപോകാൻ പോലും ഒരു ഘട്ടത്തിൽ അനുവദിക്കാതെ പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അവരുടെ മാനസികാവസ്ഥയാണ്, നമുക്കത് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അവർ വലിയ രീതിയിൽ ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നന്ദി പറയുന്നുണ്ട്. കാരണം ഈ ഒരു വാർത്ത ഇത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവാൻ, ഇത്രയും നടപടികൾ ഉണ്ടാവാൻ കാരണം മാധ്യമപ്രവർത്തകരാണ് എന്ന് അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഈ RRT സംഘത്തിന്, കാരണം സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് RRT സംഘം ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ RRT സംഘത്തിലെ ജയസൂര്യയ്ക്ക് കടുവയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ RRT സംഘത്തിനൊക്കെ വലിയ രീതിയിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയായിരുന്നു ഇവർ പറയുന്നത്. ഒപ്പം വനംവകുപ്പിനും പോലീസിനും ഒക്കെ തന്നെ വലിയ രീതിയിൽ അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്. കാരണം സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഇവരൊക്കെ ഈ ദൗത്യത്തിന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇന്നലെ ഇത്രമാത്രം പ്രതിഷേധം ഉന്നയിച്ച നാട്ടുകാരാണ് ഇന്നിപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനവുമായി രംഗത്ത് വരുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രമാത്രം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ പഞ്ചാരക്കൊല്ലിയിലും അതുപോലെ തന്നെ വയനാട് മാനന്തവാടിയുമൊക്കെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ആളുകൾ. എന്തായാലും ഒരു ശാശ്വത പരിഹാരം വേണമെന്നൊരാവശ്യം അത് അവരിപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മന്ത്രി AK ശശീന്ദ്രനും അതിൻ്റെ ഭാഗമായി തന്നെയാണ് രണ്ടാം ഘട്ട തെരച്ചിലുണ്ടാകും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇനി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കുപ്പുപടിയിലാണ്. എന്തായാലും അത് എപ്പോഴായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അതിനുശേഷം, അതായത് ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിൽ കൂടുതൽ വിവരങ്ങൾ വരിക. എന്തായാലും ചത്തത് ഒരു പെൺ കടുവയാണ്. അതിന് 7 വയസ്സാണ്, 7 വർഷത്തെ പ്രായം എന്നാണ് ഡോക്ടർ അരുൺ സക്രിയ പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഇനി എങ്ങനെയാണ് മരണം സംഭവിച്ചത്. ഒരുപക്ഷെ നേരത്തെ ഇവർ അനുമാനിക്കുന്നത് പോലെ തന്നെ മറ്റു കടുവകളുമായിട്ടുള്ള തല്ലൂട്ടത്തിൽ സംഭവിച്ചതാണോ അതോ ഇനി ആരെങ്കിലും ചെയ്തതാണോ എന്ന രീതിയിലൊന്നും നമുക്കതൊന്നും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കലും അത് അനുമാനിക്കാൻ പറ്റില്ല. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. ഹരിത. ശരി, ഭദ്രയാണ് വിശദാംശങ്ങൾ നൽകിയത്.